നമസ്കാരം. പിന്റോ റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റീഡിംഗ് ചെയ്തു വരുന്നത് ഓൺ ക്യാമറ ടോപ്പിക് സെലക്ട് ചെയ്യുന്ന രീതിയിലാണ്. മുൻകൂട്ടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ റീഡ് ചെയ്യാം എന്ന് വിചാരിക്കാതെ തന്നെ, അങ്ങനെ ഒരു പ്ലാനിങ്ങും നടത്താതെ തന്നെ ഇവിടെ നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്ത് ഒരു കാർഡ് നമ്മുടെ ഡെക്കിൽ നിന്നും സെലക്ട് ചെയ്തിട്ടാണ് ആ കാർഡിന്റെ എനർജി അനുസരിച്ചിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ റീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ 2 റീഡിംഗ് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ആ പ്രോസസ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാനായിട്ട് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് യൂണിവേഴ്സ് നിശ്ചയിച്ച് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട സന്ദേശം, നിങ്ങളിലേക്ക് എത്തേണ്ട ഗൈഡൻസ് അത് യൂണിവേഴ്സ് തന്നെ നിശ്ചയിക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ഒരു മാർഗം നമ്മൾ അവലംബിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രേക്ഷകരെ, അവരുടെ എനർജിയെ കൂടുതൽ ഇതിലേക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മെസ്സേജസ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. പിന്റോ റൂബി അനലിറ്റിക്കൽ ടാരോ ചാനലിലെ പ്രേക്ഷകർക്ക് എന്ത് മെസ്സേജാണ്, എന്താണ് അവർ നിർബന്ധമായിട്ടും ഇപ്പോൾ അറിയണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിനെ നയിക്കുന്നത് ഈ ഹയറഫന്റ് കാർഡാണ്. ജീവിതത്തിൽ ഒരു പുതിയ പാഠം പഠിക്കാനോ അല്ലെങ്കിൽ ശരിയായൊരു വഴികാട്ടിയെ കണ്ടെത്താനോ ഉള്ള ഒരു സമയമാണിത് എന്നാണ്. അതായത് ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന് മുൻപായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു അഡ്വൈസ്, ഒരു ഉപദേശം എന്ന രൂപത്തിലൊക്കെ ഹയറഫന്റ് എനർജി നിങ്ങളിലേക്ക് എത്താം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് സംഭവിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഇതൊരു വിവാഹത്തെക്കുറിച്ചാണോ, കരിയറിലെ വലിയൊരു വിജയത്തെക്കുറിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു തീരുമാനത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പൊതുവിൽ നിങ്ങൾ കുറെ നാളായി കാത്തിരുന്ന ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാൻ പോകുന്നു എന്ന് പറയാം. അത് ഏത് മേഖലയിലാണെന്ന് അറിയാൻ നമുക്ക് ഒരു കാർഡ് എടുക്കാം. എന്താണ് പിന്റോ റൂബി അനലിറ്റിക്കൽ ടാരോ പ്രേക്ഷകർക്കായി യൂണിവേഴ്സ് നൽകാൻ പോകുന്ന ഉത്തരം? അവരുടെ ഏത് ചോദ്യത്തിനാണ്, അവരുടെ ഏത് ആശങ്കയ്ക്കാണ്, അവരുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യത്തിനാണ്, ഏതൊരു മാറ്റത്തിനാണ്, ഏതൊരു വഴിത്തിരിവിനാണ് യൂണിവേഴ്സ് മറുപടി പറയാൻ വേണ്ടി പോകുന്നത്? ഏത് മേഖലയിലാണ്, ഏത് മേഖലയെ സംബന്ധിക്കുന്ന കാര്യമാണ് ഈ ഹയറഫന്റ് എനർജി സൂചിപ്പിക്കുന്നത്? കിങ് ഓഫ് കപ്സ്. ഏത് മേഖലയിലാണ് ഈ ഹയറഫന്റ് എനർജി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ് നമ്മൾ ഈ കാർഡ് എടുത്തത്. ഇത് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ്. കപ്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളുമായിട്ട്, മനസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം സ്പർശിക്കുന്ന കാര്യങ്ങളിലാണ് ഈ മാറ്റം വരുന്നത് എന്ന് പറയാം. ഇവിടെ നമ്മുടെ ടോപ്പിക്ക് ഹയറഫന്റ് ആയതുകൊണ്ട് ഇതൊരു താൽക്കാലിക മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലോ ഉള്ള ഒരു സ്ഥിരമായ, പെർമനന്റ് അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഏറ്റവും സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ ഈ ഹയറഫന്റ് പാരമ്പര്യത്തെയും അതുപോലെ കിങ് ഓഫ് കപ്സ് കുടുംബനാഥൻ അല്ലെങ്കിൽ വൈകാരിക പക്വതയുള്ള ഒരു പങ്കാളിയെയോ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇത് കുടുംബവും വിവാഹവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാകാൻ ഈ എനർജി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത് അത്തരം ഒരു കാര്യത്തെ പറ്റിയാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വിവാഹം ഉറപ്പിക്കാനോ, വിവാഹാലോചനകൾ വരിക, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരുടെ സമ്മതത്തോടെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയമാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വെറും ഒരു പ്രണയത്തിനപ്പുറം
ആ ബന്ധത്തിനൊരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ അംഗീകാരം ലഭിക്കുന്നതിന് ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളൊരു പ്രൊഫഷണൽ മേഖലയിലാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ, അതുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നതെങ്കിൽ, ഇതിനെ കരിയറും കൗൺസിലിംഗുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. അതായത് നിങ്ങളെ സ്നേഹത്തോടെയും എന്നാൽ അച്ചടക്കത്തോടെയും നയിക്കുന്ന ഒരു ബോസ് അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന സൂചന ഇവിടെ കിട്ടുന്നുണ്ട്. സൈക്കോളജി, കൗൺസിലിംഗ്, ടീച്ചിങ് അല്ലെങ്കിൽ നിയമം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ ഒരു സമയമാണ്. അവിടെ നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള അറിവ്, ഇമോഷണൽ ഇന്റലിജൻസ് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. ഇവിടെ ഈ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ഓൾവേസ് കമ്പോസ് യുവർ സെൽഫ് ബിഫോർ ഗിവിംഗ് എ റെസ്പോൺസ് എന്നാണ്. അതായത് ഈ തത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒരു മേഖലയെ പറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി കൂടി ആയിരിക്കും ഈ റീഡിങ്. നിയമങ്ങളോടും അച്ചടക്കത്തോടും കൂടി തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ പഠിക്കുന്ന ഒരു കാലഘട്ടം, ഒരു ആത്മീയ ഗുരുവിന്റെ, ഒരു മെന്ററിന്റെ, വളരെ വേണ്ടപ്പെട്ട ഒരു ആളുടെ, ഒരു കരുതലിന്റെ, ഒരു സഹായത്തിന്റെ എല്ലാം അർത്ഥം ഇതിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം സ്പർശിക്കുന്ന കാര്യങ്ങളിലായിരിക്കാം ഈ മാറ്റം വരാൻ പോകുന്നതെന്നാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ടാരോ കാർഡ് ഒരു സ്പ്രെഡ് നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ 3 മേഖലകളിൽ ബന്ധപ്പെട്ട് മെസ്സേജ് പോകാൻ സാധ്യതയുണ്ട്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആകാം, പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം. എന്നാലും നമുക്ക് കുറച്ചും കൂടി വ്യക്തതയ്ക്കായിട്ട് റീഡിങ് എന്തായാലും യൂണിവേഴ്സിന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ്, യൂണിവേഴ്സ് നൽകുന്ന ഒരു വൈബിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്തിട്ട് ഇത് ഏത് മേഖലയിലാണ് കൂടുതൽ അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നത് എന്ന് നോക്കാം. സാധാരണഗതിയിൽ ഹയറോഫന്റും കിങ് ഓഫ് കപ്സും ഒന്നിച്ചു വരുമ്പോൾ അത് 90% സാധ്യതയും കുടുംബം, വിവാഹം അല്ലെങ്കിൽ ഗൗരവകരമായ ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കാനാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളെ, റിലേഷൻഷിപ്പിനെ പറ്റിയുള്ളതാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു റിസ്ക് എടുക്കണ്ട, നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പോകണ്ട. നമുക്ക് ആ ഗൗരവകരമായ ഊർജം ഏത് മേഖലയിലാണ് പ്രതിഫലിക്കുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് എടുക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹയറോഫന്റും കിങ് ഓഫ് കപ്സും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഊർജം വിവാഹമാണോ, കരിയറാണോ, അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയാണോ സൂചിപ്പിക്കുന്നത്? കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഏത് മേഖലയിലാണ് ഈ എനർജി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എടുത്ത കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് ആയതുകൊണ്ട് ഇതൊരു വെറുമൊരു പ്രണയബന്ധം മാത്രമല്ല, മറിച്ച് സ്ഥാവര ജംഗമ വസ്തുക്കൾ, വീട്, വിവാഹത്തിലൂടെയുള്ള സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഒരു കുടുംബ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ടൊരു മേഖലയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും കുടുംബത്തിലെ ഐശ്വര്യത്തെയും കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഒരുപക്ഷെ പുതിയൊരു വീട് വാങ്ങുന്നതോ, പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന സ്വത്തുക്കളോ, അല്ലെങ്കിൽ വിവാഹശേഷം കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ഉയർച്ചയോ ആകാം ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയും കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയും ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൽഫ് ഗ്രോത്തുമായിട്ട് 3 മേഖലകളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാത്രം നമുക്ക് ഈ റീഡിങ്ങിനെ ഒതുക്കാൻ സാധിക്കില്ല. വിവാഹം എന്ന രീതിയിലാണെങ്കിൽ ഇത് വെറും ഒരു വിവാഹത്തെക്കുറിച്ചിട്ട് പറഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു വിവാഹത്തിലൂടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വളരെ നിലവാരമുള്ളൊരു കുടുംബത്തിലേക്കുള്ളൊരു പ്രവേശനത്തെ സൂചിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അലയൻസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതോ ഒക്കെ ആകാം സൂചിപ്പിക്കുന്നത് ഈ കാർഡിലൂടെ. ഇനി കരിയർ ആണെങ്കിൽ സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളും വിവാഹം കൊണ്ട് മാത്രമല്ലല്ലോ, കരിയർ വഴി വരും. ഒരു വലിയ സ്ഥാപനത്തിൽ ഉയർന്ന പദവി ലഭിക്കാനോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാധ്യതയും ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ വൈകാരികമായ പക്വതയും കഠിനാധ്വാനവും കൊണ്ട് നിങ്ങൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധ്യതയുണ്ടെന്നും വലിയൊരു സെൽഫ് ഗ്രോത്തിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ തന്നെയാണ്. അപ്പോൾ 3 മേഖലകളെയും ടച്ച് ചെയ്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ സാമ്പത്തിക കുടുംബ ഭദ്രത, ഫിനാൻഷ്യൽ ആൻഡ് ഫാമിലി സ്റ്റെബിലിറ്റി എന്ന മേഖലയെ മുൻനിർത്തി നമുക്ക്
ഇനിയുള്ള റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് നോക്കാം, നിങ്ങളുടെ ഈ ഉയർച്ചയുടെ, അതായത് വലിയൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക്, ഫിനാൻഷ്യൽ ആൻഡ് ഫാമിലി സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. ഈ ഉയർച്ചയുടെ ആരംഭം, തുടക്കം എങ്ങനെ ആയിരിക്കും? ക്യൂൻ ഓഫ് കപ്പ്, ഇതിലേക്ക് നിങ്ങളെ എത്തിച്ച ഒരു മുൻകാല അധ്വാനം അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്ത് സാഹചര്യമാണ് ഈ ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്? ദ സൺ, നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചറിവ്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളോ എന്താണ്? ടു ഓഫ് വാൺസ്, കാർഡ്സ് രണ്ടോട് വയ്ക്കാം. ക്ലാരിഫിക്കേഷൻ കാർഡ്, കിങ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഇരിക്കട്ടെ. നിങ്ങളുടെ വളർച്ചയ്ക്ക് മുന്നിൽ, അതായത് നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് എന്തായാലും പോവുകയാണ്, അതിനു മുന്നിൽ പ്രതിസന്ധിയായിട്ട്, ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്നത് എന്താണ്? ആ ഘടകം എന്താണ്? ജഡ്ജ്മെന്റ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്യന്തികമായ നേട്ടം എന്താണ്? ടു ഓഫ് കപ്സ്. അപ്പോ ആദ്യത്തെ കാർഡ് കിങ് ഓഫ് കപ്സ്, അതായത് ഈ യാത്രയുടെ ആരംഭം എന്ന് പറയുന്നത് ഐശ്വര്യത്തിലേക്കുള്ള യാത്രയാണ് എന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ യാത്രയുടെ തുടക്കം അതീവ ശാന്തവും പോസിറ്റീവുമായ ഒരു ഊർജത്തിലാണ്. അതായത് ക്യൂൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് വൈകാരികമായ പക്വതയെയും അന്തർജ്ഞാനത്തെയുമാണ്, ഇൻറ്റ്യൂഷനെയുമാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഏത് മേഖലയാണെന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ ആരംഭം കുറിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഈ ഒരു സാഹചര്യത്തിന്റെ തുടക്കം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെയാണ് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്തായാലും സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ സ്ത്രീയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് അനുഭവപ്പെടുക? അതായത് സ്ത്രീ ആണെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും മനസാന്നിധ്യം കൈവിടാതെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവാണ് ഈ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് ഈ കാർഡ് പറയുന്നു. നിങ്ങളുടെ ഈ സാഹചര്യം, അതായത് വലിയ ഐശ്വര്യത്തിലേക്കുള്ള, ഉയർച്ചയിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ ആരംഭത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക, മനസാക്ഷി പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇനി പ്രേക്ഷകർ പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാർ കാണുമ്പോൾ അവരിത് എങ്ങനെയാണ് ഇതിനെ റീഡ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ, അത് അമ്മയാകാം, സഹോദരിയോ അല്ലെങ്കിൽ പങ്കാളിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ വലിയൊരു പിന്തുണയോ സ്നേഹമോ ഈ ഐശ്വര്യത്തിന് പിന്നിലുണ്ടാകും എന്നാണ് പറയുന്നത്. വെറും കണക്കുകൂട്ടലുകൾക്കപ്പുറം സ്നേഹവും കരുണയും നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് എന്തായാലും ഈ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഇനി ഈ ഐശ്വര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന കഴിഞ്ഞകാല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് പശ്ചാത്തലത്തിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ഒരു യാത്രയുടെ ആരംഭത്തിലേക്ക് എത്തിയത് എന്ന് നോക്കുന്നത് നമ്മൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന സൺ കാർഡിലൂടെയാണ്. സത്യമാണ് സൺ, അതായത് സത്യങ്ങൾ, നിങ്ങളുടെ സത്യസന്ധതയുടെ ഒരു റിസൾട്ടാണ് ഈ വരാൻ പോകുന്നത് നിങ്ങളിലേക്ക്. അതായത് വലിയൊരു സാമ്പത്തിക കുടുംബ ഭദ്രതയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ഫലമാണ്. അതായത് സൂര്യൻ വിജയത്തിന്റെയും സത്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില ശുഭകരമായ കാര്യങ്ങളാണ് ഈ പുതിയ മാറ്റങ്ങൾക്ക് അടിത്തറയിട്ടത്. നിങ്ങളെ ഈ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ നന്നായി ഷൈൻ ചെയ്ത ഒരു കാലഘട്ടമാണ്. മുൻപുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മാറി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്.
നിങ്ങൾ മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ചിലപ്പോൾ അന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നേരത്തെ ചെയ്ത നിങ്ങളുടെ സത്യസന്ധതയുടെ ഒരു റിസൾട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്ത കഠിനാധ്വാനത്തിന്റെ, നിങ്ങളുടെ നിഷ്ഠയുടെ, നിയമങ്ങളെല്ലാം പിന്തുടർന്നു പോകുന്ന നിങ്ങളുടെ ഒരു ശരിയുടെ പാതയിൽ നിങ്ങൾ ചെയ്ത അധ്വാനത്തിന് അർഹമായ ഫലം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു ശാന്തതയിലേക്ക് നിങ്ങളെ എന്തായാലും എത്തിച്ചിരിക്കുന്നത്. ഇരുട്ടിന് ശേഷം സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ പഴയ പ്രയാസങ്ങളെല്ലാം മാറി ഒരു പുതിയ പ്രഭാതത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയൊരു ബോധ്യത്തിലാവണമെന്നില്ല, ഒരു ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തായാലും അതിന്റെ ഒരു എനർജി നിങ്ങളിലേക്ക് ഉടനെ തന്നെ, അതായത് ഇത് ഇപ്പോഴത്തെ അവസ്ഥയാണ്, ഇത് തുടക്കം എങ്ങനെയാണ് കുറിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഒന്നുകിൽ ഇത് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഇത് തൊട്ടടുത്ത സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി ആയിരിക്കും. ആ മാറ്റം എന്തായാലും നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എന്താണ് ഈ കാര്യത്തിൽ നിന്ന് ശരിക്കും മറഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്താണ്, നിങ്ങൾ എന്താണ് ശരിക്കും റിയലൈസ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന്, ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 2 of Wands ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ മുൻകാല പ്രവൃത്തികളുടെ ഫലമായിട്ട് നിങ്ങളൊരു ശാന്തമായിട്ട് ഒരു പുതിയ ഒരു ഐശ്വര്യപൂർണമായ കാലഘട്ടത്തിലേക്ക് ചുവട് വെക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ ചുവട് വെക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ്, അടുത്തൊരു വലിയ ഘട്ടത്തിലേക്ക് ചുവട് വെക്കാൻ സമയമായി, തയ്യാറെടുപ്പുകൾ മതിയാക്കിക്കൊണ്ട് പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ കാർഡ് പ്രേരിപ്പിക്കുന്നത്. അതായത് ഇവിടെ 2 വാൻഡുകൾ കയ്യിലേന്തി ലോകത്തെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് സാധാരണ 2 of Wands ഉള്ളത്. അതായത് തീരുമാനങ്ങളുടെയും ആസൂത്രണത്തിന്റെയും ഒക്കെ ഒരു കാർഡായിട്ടാണ് 2 of Wands നമ്മൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു സുരക്ഷിത സ്ഥാനത്താണ് ഇരിക്കുന്നത്. പക്ഷെ അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. പുതിയ ചക്രവാളങ്ങൾ തേടി നിങ്ങളുടെ മുന്നിൽ വലിയൊരു ലോകം തന്നെ തുറന്നു കിടക്കുന്നുണ്ട്. നിലവിലുള്ള സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ട് എങ്ങനെ അടുത്ത വലിയൊരു ലക്ഷ്യത്തിലേക്ക്, ഫ്യൂച്ചർ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് നീങ്ങാം എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. 2 വഴികൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. അതിലേത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ പ്ലാനിങ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് വിപുലീകരിക്കാനോ പുതിയൊരു സ്ഥലത്തേക്ക് മാറാനോ അല്ലെങ്കിൽ വിദേശ യാത്രകൾക്കോ ഉള്ള സാധ്യതകൾ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഗൗരവമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നേടിയ വിജയങ്ങൾ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ദൂരക്കാഴ്ചയോടുകൂടി വലിയ കാര്യങ്ങൾ സ്വപ്നം കാണാൻ ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു യൂണിവേഴ്സ്. നിങ്ങളുടെ ഈ വളർച്ചയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ വളർച്ചയിലേക്ക് നിങ്ങളെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വഴിയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് എന്നല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യത്തെയാണ് എന്നാണ് നമ്മൾ അടുത്ത കാർഡിലൂടെ നോക്കിയത്. നമുക്കതിന് കിട്ടിയത് ജഡ്ജ്മെന്റ് കാർഡാണ്. ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ അവേക്കനിങ്ങിനെ, അതായത് ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സാധാരണ ഇത് ഒരു പോസിറ്റീവ് കാർഡ് ആണെങ്കിലും ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ വഴിമധ്യയുള്ള തടസ്സം എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന എനർജി ആയിട്ട് നമുക്കിതിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ഒരു മടി, തീരുമാനമെടുക്കാനുള്ള ഒരു മടി, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ വിട്ടുമാറാത്ത ഓർമ്മകളുമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് മതിയാക്കി എഴുന്നേറ്റ് പ്രവർത്തിക്കൂ എന്നാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് കാരണം. ആ ഒരു മടിയും പിടിച്ച് പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വഴിയിൽ, നിങ്ങളുടെ ഐശ്വര്യത്തിലേക്കുള്ള യാത്രയിൽ ഈ കാർഡ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഫൈനൽ കോള് പോലെയാണ് വന്നിരിക്കുന്നത്. ഈ സ്ഥാനത്ത് ജഡ്ജ്മെന്റ് എന്ന എനർജി വരുമ്പോൾ അതൊരു മേജർ ആർക്കാന കാർഡാണ്. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മറ്റ് എനർജികൾ. ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, ഒരു മേജർ ആർക്കാനയാണ്. അതായത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വളരെ ഒരു ഡെസ്റ്റിനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മേജർ ആർക്കാന കാർഡ്സ് സാധാരണഗതിയിൽ പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് അർഹിക്കുന്ന, അല്ലെങ്കിൽ മുൻകാല ജീവിതം, ആ ജീവിതത്തെയാണ് മാർക്ക് ചെയ്യുന്നത്, സൺ കാർഡിലൂടെ മാർക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ആ പ്രതിസന്ധികളെ ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത്
അതിൽ പിടിച്ചോണ്ടിരിക്കാതെ, അതിൽ തന്നെ നിങ്ങളെ തളച്ചിടാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന്. ഇതൊരു അവസാന വിളിയാണ് എന്നാണ് പറയുന്നത്, ഒരു ഫൈനൽ കോള്. ഈ സ്ഥാനത്ത് ഈ കാർഡ് വരുമ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തുന്നതിലോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളിൽ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെയാണ് എന്ത് തന്നെയായാലും ഈ കാർഡ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ എന്ന് വേണം നമുക്കതിനെ കാണാൻ. ചിലപ്പോൾ അത് സ്വയം കുറ്റപ്പെടുത്തലാകാം, സെൽഫ് ക്രിറ്റിസിസം. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകളെ ഓർത്ത് നിങ്ങൾ ഇപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. നമ്മുടെ ഒരു റീഡിങ്ങിൽ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു റീഡിങ് നമ്മൾ ചെയ്തു. അത് ആരാണെന്ന് അല്ലെങ്കിൽ ആ എനർജി എങ്ങനെയുള്ളതാണെന്ന് നോക്കി ആ റീഡിങ് എൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ശക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധിക്കാതെ വരുന്ന ഒരു വൈബ് ഫീൽ ചെയ്തതുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു കാർഡ് എടുത്തപ്പോൾ ഷെയിം ആൻഡ് ഗിൽറ്റ് എന്നൊരു ഒറാക്കിൾ മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് മുൻകാലത്തുള്ള എന്തോ ഒരു തെറ്റിനെ പറ്റി ഓർത്ത് ആ ഒരു ഷെയിമും ഗിൽറ്റും കുറ്റബോധവും ഒക്കെ കൊണ്ടു നടക്കുന്നത് കൊണ്ട് മുന്നിലുള്ള കാര്യങ്ങളെ, സൗഭാഗ്യത്തെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടയാളങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടി. അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഷെയിം ആൻഡ് ഗിൽറ്റുമായിട്ട്, എന്താണ് ആ ഷെയിം ആൻഡ് ഗിൽറ്റ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതെങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റീഡിങ് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ഇത് കാണുന്നത്. അതായത് നിങ്ങൾ എന്തോ ഒരു പഴയ ചിന്താഗതികളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക്, അതായത് ഇവിടെ കാണുന്ന കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന എനർജിയിലേക്ക് പോകുന്നതിന്, നല്ലൊരു കരിയറോ നല്ലൊരു കുടുംബജീവിതമോ വളരെ ഐശ്വര്യവും സാമ്പത്തിക ഭദ്രതയും ഉള്ളതായിട്ടുള്ള ഒരു ലൈഫും നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങളുടെ പഴയകാല ചിന്താഗതികൾ തടസ്സം നിൽക്കുന്നുണ്ടോ, വിഷമങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ടോ എന്നിവിടെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നമുക്ക് യൂണിവേഴ്സ് നൽകുമ്പോൾ നമ്മൾ അതിനെ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെ കാണണം. നമ്മുടെ മെസ്സേജുകൾ നമ്മൾ കാണുമ്പോൾ, അതായത് ഈ ടാരോ എന്ന് പറയുന്നത് എനർജിയാണ്, അത് ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതിങ്ങനെയാണ് എന്ന് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്ന കാര്യമല്ല. ഓരോ മനുഷ്യർക്കും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് വ്യത്യസ്തമായ രീതികളിലായിരിക്കും. അവരവരുടെ അനുഭവങ്ങൾ ഒരേ ഒരു ജനറൽ റീഡിംഗ് ആണ് ഇത് എങ്കിൽ പോലും ഒരു റീഡിങ് ആയിരക്കണക്കിന് ആളുകൾ 1000 തരത്തിൽ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങൾ, അവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. ഓരോ ഇൻഡിവിജ്വലും ഈ പറയുന്ന എനർജി അല്ലെങ്കിൽ ഈ മെസ്സേജ് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റിന് സാധിക്കുള്ളൂ. വെറുതെ കേട്ട് നമ്മൾ പോകുന്നതിലുപരി നിങ്ങൾക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ, ഉപകാരപ്പെട്ടാൽ, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും ഈ എനർജി വരുമ്പോൾ നമ്മൾ ആ റീഡിങ് കേട്ടു, നമ്മളത് മതിയാക്കി എന്നതല്ലാതെ നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് അവശേഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടേതായ തനത് പ്രാക്ടീസുകളിലൂടെ ചെയ്ത് നിങ്ങൾ അതിൽ നിന്നൊരു നല്ലൊരു മാറ്റം വരുത്താൻ, സെൽഫ് ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. അതിനൊരു ശ്രമം എന്തായാലും നടത്തണം. അടുത്ത ഒരു റീഡിങ്ങിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ ഈ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കില്ല, ഈ ഒരു തടസ്സം മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ലാഗ് ചെയ്യിക്കല്ല, ഞാനതങ്ങനെ പറയണമെന്ന് തോന്നി. ഓക്കെ, അപ്പൊ പുതിയ തുടക്കത്തിനായി പഴയ ശീലങ്ങളെയോ ബന്ധങ്ങളെയോ ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നിങ്ങളുടെ പ്രധാന തടസ്സം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അതായത് നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒന്ന് മോചിപ്പിച്ച് പുതിയൊരു മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, ഒരു റീബർത്ത്, അതിന് നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ ഐശ്വര്യം പൂർണ്ണതയിലെത്തൂ. നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉപദേശമായിരിക്കാം, പക്ഷെ ഓരോരുത്തർക്കും അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ പറയുന്നത്ര എളുപ്പമായിരിക്കില്ല. ഏതെങ്കിലും ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾ വരുത്തുന്നതെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വലിയ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ചെറിയൊരു മാറ്റമെങ്കിലും നിങ്ങളാൽ സാധിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഒരു അന്തിമ ഫലം, ഒരു ഔട്ട്കം, നിങ്ങളുടെ ഈ യാത്രയുടെ അവസാനം നിങ്ങൾക്ക് എന്ത് ലഭിക്കും, ഒരു ആത്യന്തികമായ റിസൾട്ട് എന്തായിരിക്കും? കിങ് ഓഫ് പെന്റക്കിൾസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഈ യാത്രയുടെ അവസാനം ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഈ 2 ഓഫ് കപ്സ് അന്തിമ ഫലമായിട്ട് വരുന്നത് നമ്മുടെ റീഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പര്യവസാനമായിട്ടാണ് യൂണിവേഴ്സ് ആ എനർജിയെ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ തുടങ്ങിയത് ഇവിടെ ഹയറഫന്റ് കാണിക്കുന്ന, ഹയറഫന്റ് നൽകുന്ന പാരമ്പര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിന്നാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ, വാല്യൂസ്, അതിർവരമ്പുകൾ എന്നിവയെ സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ആ റീഡിങ്
കിങ് ഓഫ് കപ്സ് നൽകിയ വൈകാരികതയിലൂടെയും, അതായത് നിങ്ങൾ ഒരു സെൽഫ് കമ്പോസ്ഡ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ എനർജിയിലൂടെയും, അത് ഏത് മേഖലയിലാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കുടുംബത്തിന്റെ, നിങ്ങളുടെ കരിയറിന്റെ ഒക്കെ സാമ്പത്തിക ഭദ്രതയിലേക്കും ആണ് വിരൽ ചൂണ്ടിയതെങ്കിൽ, ഇതിന്റെ എല്ലാം അവസാനം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആയിട്ടാണ് നിൽക്കുന്നത്, എന്നാലും ഇതിന്റെ ഒരു അവസാനം നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് സ്നേഹവും ഐക്യവും നിറഞ്ഞ ഒരു പുതിയ ബന്ധത്തിലേക്കാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു റീയൂണിയന്റെ, ഒരു യൂണിയൻ പാർട്ട്ണർഷിപ്പിന്റെ, ഒരു കണക്ഷന്റെ കാർഡാണ്. സ്നേഹവും പങ്കാളിത്തവും തുല്യതയുടെയും പ്രതീകമായിട്ടാണ് ഇത് വരുന്നത്. ഇതൊരു ഏഞ്ചലിക് കാർഡാണ്, ഒരു നല്ല റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. അത് നിങ്ങളുടെ കരിയറിലായാലും കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ബന്ധത്തിലായാലും എവിടെയും ഒരു തുല്യത കൊണ്ടുവരാനും ഒരു ഏറ്റക്കുറച്ചിലുകളില്ലാതെ മനസ്സറിഞ്ഞ് നല്ലൊരു പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ഈ 2 ഓഫ് കപ്സ് പറയുന്നത്. ഐക്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എനർജി. നിങ്ങൾ ഇത്രയും കാലം പടുത്തുയർത്തിയ സാമ്പത്തിക ഭദ്രതയും അതിന് ആവശ്യമായിട്ടുള്ള അറിവുകളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ലഭിക്കുന്ന അറിവുകളും, ഇതെല്ലാം കൂടി നിങ്ങളെ എത്തിക്കുന്നത് അവസാനം ഇങ്ങനെ ഒരു നല്ല ബന്ധത്തിലേക്കായിരിക്കും. നല്ലൊരു കൂട്ടുകെട്ടിലേക്കാണ് നിങ്ങൾ ചെന്ന് ചേരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു വിവാഹം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, നല്ലൊരു കൂട്ടുകെട്ട് എന്ന രീതിയിലാണെങ്കിൽ, ഏത് തരത്തിലാണെങ്കിലും പരസ്പരം മനസ്സിലാക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു നല്ലൊരു കൂടിച്ചേരലായിരിക്കും. വിവാഹാലോചനയാണെങ്കിൽ ഒരു സോൾമേറ്റ് എനർജിയാണ് വരാനിരിക്കുന്നതെന്ന് പറയാം. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം, അതായത് കിങ് ഓഫ് പെന്റക്കിൾസ് നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള ഉറപ്പ് ഇവിടെയുണ്ട്. പക്ഷെ ആ സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സമാധാനവും സ്നേഹവും നിറഞ്ഞൊരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ ഏർപ്പെടുന്ന നിങ്ങളുടെ ആ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്നു. ഇതൊരു ജോലി സംബന്ധമായ അല്ലെങ്കിൽ അത്തരമൊരു ബിസിനസ് പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭകരമായ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്തം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളോടൊപ്പം നടക്കാൻ, നിൽക്കാൻ, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കൂടെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം, അവിടെ ഒരു ഏറ്റക്കുറച്ചിലുകളില്ലാതെ, ഒരു അതോറിറ്റി കാണിക്കാതെ മനസ്സറിഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പൂർണ്ണതയുള്ള ഒരു ജീവിതത്തിലേക്ക് ആണ് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ ആരംഭം കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് എല്ലാം വ്യക്തമായിട്ട് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തന്നു. ഒരു ഒറാക്കിൾ കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് ഈ റീഡിങ് അവസാനിപ്പിക്കാം. എന്താണ് ദൈവികമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഈ കൂടിച്ചേരലിനെ പറ്റി, ഡിവൈൻലി ഗൈഡഡ് കണക്ഷനെ പറ്റി യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഹൈറഫന്റും കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് പെന്റക്കിൾസും നൽകുന്ന 2 ഓഫ് കപ്സ് എന്ന സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്? ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് നോക്കൂ. ഗാർഡിയൻ ഏഞ്ചൽ. യുവർ ഗാർഡിയൻ ഏഞ്ചൽ വാച്ചസ് ഓവർ യു, ഓഫറിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. ഇവിടെയും ഒരു കൂടിച്ചേരലാണ് അല്ലെ, ഒരു ലവ് ആണ് വന്നിരിക്കുന്നത്. സ്നേഹം, രണ്ട് വ്യക്തികൾ കൂടിച്ചേരുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ എന്നും സംരക്ഷിക്കാൻ. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവികമായി നിശ്ചയിക്കപ്പെട്ട ഒരു കൂടിച്ചേരലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്മാൻ ഗിൽറ്റിന്റെ വീഡിയോ ഒക്കെ അദൃശ്യ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടതിന്റെ തൊട്ട് അടുത്ത ദിവസം, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ വളരെ വൈകി എത്തുന്നത് കൊണ്ടാവാം പലരും ആ വീഡിയോ അപ്ലോഡഡ് ആയത് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ, അതിൽ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടാൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. വേറെ എന്തെങ്കിലും
റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ മെമ്പർഷിപ്പ് പ്ലാനുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതുകൂടി എടുത്ത് ചാനലിനെ സാധ്യമാകുമെങ്കിൽ അത് മെമ്പർഷിപ്പ് എടുത്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി പറയുകയാണ്. ഓക്കെ, ബൈ. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.